കോമഡി മാസ്റ്റേഴ്സിലെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകൂട്ടത്തിന്റെ പെർഫോമൻസ്. ആദ്യമായിട്ട് നമുക്ക് അക്സേനെ വിളിക്കാം. ഓക്കെ അല്ലെ അക്സ, വായോ. നമസ്കാരം, ഞാൻ അക്സാദേവി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര പേടിയായിരുന്നു. അമൃതയോട്ട് വരികയെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അമൃത ഹോസ്പിറ്റലോട്ടാണെന്ന്. കാരണം എന്താന്ന് വെച്ചാ എനിക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാ. പലർക്കും പല പല പേടികളല്ലേ. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയെങ്കിൽ എന്റെ +2 പഠിക്കുന്ന ഇച്ചായിക്ക് ബുക്ക് ഭയങ്കര പേടിയാ. എന്റെ വാപ്പാക്കാണെങ്കിലോ മാസാസ എന്ന വില്ല് കാണുമ്പോ വാപ്പാക്ക് പേടി. എന്റെ ഉമ്മി സ്കൂട്ടർ എടുത്തോണ്ട് റോട്ടിലോട്ട് ഇറങ്ങിയ നാട്ടുകാർക്ക് പേടി. ഞാൻ രാവിലെ ഒരുങ്ങി കേട്ട് സ്കൂളിലോട്ട് വന്നാ എന്നെ എങ്ങനെ സഹിക്കും എന്നോർത്ത് മിസ് ചെയ്തേ മേടി. ഞാൻ ഇവിടെ വന്നപ്പോഴോ ആങ്കറിംഗ് ജോലി നഷ്ടപ്പെടുമോ എന്നോർത്ത് എലീന ചേച്ചിക്ക് പേടി. പൊതുവെ സ്ത്രീകൾക്ക് ഇരുട്ടത്ത് പോവാൻ പേടി, ആൾക്കൂട്ടത്തിൽ പോയ ആൾക്കാരെ പേടി, ആരെയും തുറച്ചു നോക്കിയാൽ അവരെ പേടി, ശക്തമായ കാറ്റടിച്ചാൽ കാറ്റും പേടി, തുണി വാങ്ങുവാന്ന് പേടി, കുട്ടിക്കാലത്ത് മാതാപിതാക്കളെ പേടി, പിന്നെ ഈ കല്യാണം കഴിക്കുന്നവരാണ് ഈ പേടിയൊക്കെ എന്ന് മാറുന്നത്. പിന്നെ ഈ പേടി തന്നെ പ്രതികാരം മുഴുവൻ പാവം ഭർത്താവ് താഴെ തീർക്കുന്നത് അല്ലേ ഡയന ചേച്ചി? 2025 ആയത് മുതൽ നാട്ടുകാർക്കൊക്കെ ഒരു പുതിയ പേടി ഇറങ്ങിയിട്ടുണ്ട്, ടൂൾസോഫോബിയ. അത് കാരണം ചിലരുടെ വീട്ടില് സ്ക്രൂ ഡ്രൈവർ, ചുറ്റിക, വെട്ടോത്തി, പാര ഇതൊന്നും മഷിയിട്ട് നോക്കിയാൽ പോലും കാണത്തില്ല. പണ്ടൊക്കെ TV കാണുമ്പോ പറയും മോളെ കാർട്ടൂൺ മാറ്റിയിട്ട് ന്യൂസ് കാണാൻ. പക്ഷെ ഇപ്പോഴോ മോളെ ന്യൂസ് കാണല്ലേ പകരം ഏതെങ്കിലും കോമഡി കാണാൻ. കാരണം എന്താ, 2025 തുടങ്ങിയത് മുതൽ പേടിപ്പിക്കുന്ന വാർത്തയല്ലേ വന്നോണ്ടിരിക്കുന്നത്. പിന്നെ ഈ വാർത്തകൾ എന്ന് പറഞ്ഞാൽ പല മേഖലയിലും ഉണ്ട്. ഭാര്യ ഭർത്താവ് തമ്മിൽ യുദ്ധം വേറെ, കാമുകിമാരുടെ ഇടയിൽ വേറെ യുദ്ധം, പിന്നെ സ്കൂള് കുട്ടികളെ ലഹരി, റാഗിങ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറെ എണ്ണം. ഇപ്പൊ വീട്ടിൽ അരി മേടിച്ചില്ലെങ്കിലും ലഹരി മേടിക്കും. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു പേടിയാണെന്നുണ്ട്, എന്നെ അങ്ങനെ സഹിക്കുന്നല്ലേ എന്നൊക്കെ ഞാൻ വലിച്ചിടുന്നില്ല. നന്ദി, നമസ്കാരം. ഈ വേദിയിൽ വന്ന് എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും ഷോർട്ട് സ്പോട്ട് ബാങ് ഓൺ സ്റ്റാൻഡപ്പ് കോമഡി പറഞ്ഞ ഫാക്ട് ആണ്. ഓക്കെ, സൂപ്പർ, വെരി ഗുഡ്, അടിപൊളി. എനിക്കൊന്ന് കൊച്ചിന്റെ പ്രായത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. നമുക്ക് കാണാം ഇനി. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അടിപൊളി അടിപൊളി. ഖുറേഷി എങ്ങനാ സ്റ്റൈലായിട്ടൊന്ന് നടന്നാലോ? ഖുറേഷി എന്ന് വിളിച്ചാണ്. ഖുറേഷി എന്നുള്ളത് ഖുറേഷി തോളൊരു ചെരുവുണ്ടോ? ആദ്യം നമുക്ക് സിദ്ദിഖേന്റെ ഒരു എൻട്രി കാണാം, എന്നിട്ട് നമുക്ക് ഇവരെ രണ്ടുപേരും ഒരു വാക്ക് വിടാം അല്ലേ?
നമ്മൾ ചെറിയൊരു ടീമിനെയല്ലേ കണ്ടത്. ഇതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടാവും നാട്ടുകൂട്ടത്തിൽ വരാനും നമ്മളോടൊപ്പം ഇതുപോലെ പെർഫോമൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് തോന്നുന്നതാണ് നമ്മളായിട്ട് ഇതുപോലെയൊക്കെ വന്ന് ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യണം, നിങ്ങളുടെ കയ്യിലും ഇതുപോലെയൊക്കെ പെർഫോമൻസ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പം 8 തൊട്ട് 10 പേര് വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നു. വി ആർ വെൽക്കമിങ് യു. അതിനാകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ ഒരു ഷോ നടക്കും വേണ്ടി താഴെ കാണുന്നുണ്ടല്ലോ ഒരു വാട്സാപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും വീഡിയോയും സെൻഡ് ചെയ്ത് തന്നാൽ മതി.